പാല് കുടിച്ചോണ്ടിരിക്കാണ് ഗൈസ്. ഗൈസ് ന്യൂട്ടേ ബേബി ഇത് അങ്ങോട്ട് കൊണ്ടുപോയി ഗൈസ്. ദ സ്നോമാൻ ബേബി നമ്മളെ തൊട്ടിലിട്ടാക്കി ഗൈസ്. പണ്ട് നമ്മള് ബേബിനെ കഥ പറഞ്ഞു നടക്കണോലാക്കി. എവിടെത്തി ഗൈസ്? എന്നെ നോക്കിക്കൊണ്ട് സ്നോമാൻ വേറെ അങ്ങോട്ടോ തിരിഞ്ഞു. പക്ഷെ ഇത് നേരത്തെ കണ്ടതിൽ ഇച്ചിരിയും കൂടി കൂടി ഗൈസ്. എനിക്കറിയാമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഗൈസ് നമ്മൾ ന്യൂട്ട് വീണ്ടും ചത്തു. സങ്കടമുണ്ട്. നമുക്ക് എന്തായാലും കളിച്ചു നോക്കാം ഗൈസ്. സ്നോമാനല്ലത് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് ഗൈസ് വീണ്ടും സൗണ്ട് കേൾക്കണം. ഓക്കെ, നമുക്ക് പോവാ ഗൈസ്. അവിടെ ഇവിടെയൊക്കെ ഓക്കെ, മേ ബി ഒരു പ്രസന്റ് ഇതിപ്പോ പറയാം. അത് വേണമെന്ന് പറഞ്ഞു ഗൈസ്. ന്യൂട്ട് കുറെ പെട്ടി ഉണ്ടെന്നല്ല ഗൈസ്. ഓക്കെ, അതെന്തപ്പത്? ഓക്കെ, നാളെ ഫസ്റ്റത്തെ പെട്ടി കിട്ടി. ഓക്കെ, എനിക്കിത് അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തത് അങ്ങോട്ട് തീർച്ചയായി ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് ഗിഫ്റ്റ് കിട്ടി ഗൈസ്. ആ ഗിഫ്റ്റ് ഇത് അങ്ങോട്ട് കൊടുക്കണം ഗൈസ്. കിട്ടി. പക്ഷെ ഇതെന്തോ പക്കപ്പൊന്ന്. ഓക്കെ, ഇപ്പൊ സെറ്റായി ഗൈസ്. ഓക്കെ, ഇനി ഇത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് അപ്സ്റ്റേഴ്സിലേക്ക് പോകാനാണ്. ഡോർ തുറന്നുണ്ടായിരുന്നു ഗൈസ്. എന്താ മറ്റേ ബോളൊക്കെ എനിക്ക് ഇങ്ങോട്ട് പോകാനായിരിക്കും. ഓക്കെ, ഇതവിടെ അതാ അവിടെ കിടക്കുന്നുണ്ട് സ്വർണ്ണം. ഒന്നും ഗൈസ് അവിടെ കിടക്കണ്ട. നിങ്ങൾ കണ്ടു ഇതെന്തത് ഒരുമാതിരിയാണ് ഗൈസ്. നമുക്ക് നേരെ താഴത്തേക്ക് പോവാ. സ്നോമാൻ ഗൈസ്, ഇത് എന്ത് ഗെയിം ഗൈസ്? ഇത് സ്നോമാൻ നമ്മളെ തള്ളിയിട്ടു. ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട്. ഓക്കെ, ഇവിടെ ഡോറൊന്ന് കണ്ട് ചെയ്തുണ്ട്. ഡോറൊന്ന് വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കിത് ഓക്കെ രണ്ട് സൈഡ് ലോക്ക്ഡ്. ഓക്കെ, ഗിഫ്റ്റ് കിട്ടി. നമുക്കിനി ഇവിടെ നിന്ന് പോവാം. ഗൈസ്, നമുക്ക് ആ ഗിഫ്റ്റ് വെച്ച് കൊടുക്കാം. അപ്പൊ ന്യൂട്ട് വന്നു ഗൈസ്. ന്യൂട്ട് മരിച്ചെന്ന് നമ്മൾ കരുതിയ സ്നൂട്ട് ഇവിടെ വന്നു. ബേബിക്ക് ഇട്ട് കൊടുക്കാം. ഹാമറിൽ വെച്ചിട്ട് അവൻ്റെ തലക്കന്നെ അടിക്കുക ഗൈസ്. ഓക്കെ, പമ്പരം. ഞാൻ പമ്പരെന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ എന്താ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ ഫുഡ് ബേബി ടു ബെഡ് എന്നാണ് കൊടുത്തേക്കുന്നത് കസ്റ്റമില്. നമുക്കിങ്ങനെ ബെഡിൽ കൊണ്ടാൽ കിടത്താം. ഫൈനൽ ഗിഫ്റ്റ് ന്യൂട്ട് വേറെ എന്ത് വാങ്ങണം? അപ്പ ഇതൊന്നും വാങ്ങാത്ത ഗൈസ്. അപ്പൊ ഇത് ന്യൂട്ടിന് കൊടുക്കേണ്ട ഗിഫ്റ്റാണ് ഗൈസ്. എന്തായിരിക്കും അങ്ങനെ?
ഗൈസ് ഗൈസ് ഇത് മറ്റേ കഴിഞ്ഞ കളിയിൽ സംഭവിച്ചത്. ഇതെന്താണ് നടക്കണം ഗൈസ്? ഇതിനൊരു എന്തില്ലേ ഗൈസ്? അവസാനം ഇല്ലാത്ത ഗെയിമാണ് ഗൈസ്. ഇതേ നിൽക്കണ ബേബി. ഓക്കെ, കഴിഞ്ഞ കളിയുടെ അവസാനം പോലെ തന്നെ. അപ്പൊ ഗൈസ് ഇതോടുകൂടി ബേബീനെല്ലോ ചാപ്റ്റർ തീരാണ്. ഇനി വേറെ പുതിയ ചാപ്റ്റർ ഓരോന്നും പറഞ്ഞോളാം. കഴിഞ്ഞ കളി തീർന്നിടത്തുനിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഗൈസ് ബേബീനെല്ലോ ഇവിടെ തീരാണ്. അപ്പൊ ഇനി എപ്പിസോഡ്സ് ഓരോന്നും പറഞ്ഞോളാം. പക്ഷെ നാളെ തൊട്ട് ഹലോ നെയ്ബർ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. നാളെ വരുമെന്ന് ഡൗട്ടാണ്. കാരണം നമ്മൾ കുറെ നാളെ ബേബീനെല്ലാം ചെയ്ത് ഒരുപാട് ഭ്രാന്ത് പിടിച്ചു ഗൈസ്. ദിവസം ഇങ്ങനെ കളിക്കുന്നത് എനിക്ക് ബോറടിച്ചില്ല. പക്ഷെ എഡിറ്റ് ചെയ്യാൻ എനിക്ക് മെയിൻ പ്രശ്നം. എഡിറ്റ് ചെയ്തിട്ട് ഇത് എക്സ്പോർട്ട് ചെയ്യൂലേ ഗൈസ്, എന്തോരം നേരം എടുക്കുന്ന അറിയാം ഗൈസ്. എന്നിട്ട് ഗൈസ് എനിക്ക് ഭ്രാന്ത് പിടിച്ച്. ഇനി ഹലോ നെയ്ബർ ആയിരിക്കും. ഹലോ നെയ്ബർ ഇച്ചിരി ലേറ്റ് ആയിട്ടായിരിക്കും. ബേബീനെല്ലോനേക്കാളും ലേറ്റ് ആയിട്ടായിരിക്കും ഹലോ നെയ്ബർ വരാൻ. സോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. അപ്പൊ 2025 ആദ്യത്തെ വീഡിയോ ആണ്. ബൈ ബൈ.